എന്തായാലും മുകളിൽ ഒരാളുണ്ടെന്ന് വീണ്ടും തെളിഞ്ഞു കഴിഞ്ഞു. ദൈവവിശ്വാസമില്ലാത്തവരുടെ സമ്പൂർണ്ണ പാർട്ടിയായ CPM-ലെ സത്യമൊടുവിൽ തെളിഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് സഖാക്കളും ജനസംഘക്കാരും ജയിലിലുണ്ടാക്കിയ ആ അന്തർധാരയുടെ തുടർച്ചയാണ് ഈ EP ജയരാജൻ്റെ BJP വഴിയമ്പല ദർശനമെന്നുവരെ വിമർശകർ തട്ടിവിട്ടതാണ്. പാവം കോൺഗ്രസ്സുകാരെ നാട്ടുകാർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഒടുവിൽ CPM പുറത്തു ജയരാജനോട്, വെറും രാജനല്ല മഹാരാജനാണ് സാക്ഷാൽ EP ജയരാജൻ. അങ്ങനെ പൊറുക്കാതെ പറ്റുമോ? അമ്മാതിരി ദൗത്യവും ഫയലുകളും കൊണ്ടല്ലേ മൂപ്പര് ദലാൽ വഴി പ്രകാശ് വഴി സാക്ഷാൽ നരേന്ദ്രമോദിയിലേക്ക് എത്താൻ ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ പിന്നെ നടന്നതൊക്കെ ശോഭാ സുരേന്ദ്രനും കൂട്ടരും പറഞ്ഞു പരത്തിയതാണ്. EP ജയരാജൻ BJP-യിൽ ചേരാൻ പോയെന്നുമല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ EP ഇല്ലെങ്കിലും കണ്ണൂരിൽ BJP അസ്തമിച്ചു പോകുകയൊന്നുമില്ല. അവർക്കൊന്നും ഈ EP അത്ര നിർബന്ധിതനായ ഒരു രാഷ്ട്രീയ മുതലുമല്ല. പക്ഷേ നിഷ്കളങ്കനായ EP-യുടെ വിശദീകരണം, ഞാൻ പണ്ടം കണ്ട പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടിട്ടേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല, ഇനി കാണത്തുമില്ല, സത്യം സത്യം സത്യം. ഈ നിഷ്കളങ്ക അഫിഡവിറ്റ് എന്തായാലും മറ്റൊരു പോംവഴിയുമില്ലാതെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചും കൊടുത്തു. ഇനി നന്ദകുമാർ എന്ന ദല്ലാളിനെ EP വഴിയിൽ പോലും കാണരുത്, കണ്ടാൽ മിണ്ടരുത്, അതിനും EP തലകുലിക്ക്. പക്ഷേ BJP-യിലേക്ക് പോകരുത് EP തൽക്കാലത്തേക്ക് എന്ന് മാത്രം പാർട്ടി സെക്രട്ടേറിയറ്റ് പറയാത്തത് എന്തുകൊണ്ടാണെന്ന സംശയം മാത്രം മനസ്സിൽ കിടക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവ വനിത ഗൗരിയമ്മയ്ക്ക് കുടുംബമില്ല, മക്കളുമില്ല. അല്ലെങ്കിൽ ഇതാ ഗൗരിയമ്മയുടെ മക്കൾ വന്ന് ചോദിച്ചതിന് നിരവധി ചോദ്യങ്ങളുമായി. MV രാഘവന് മക്കൾ 4 അതിൽ നികേഷ് ഒഴികെ ഏത് മക്കളും ഏത് നിമിഷവും CPM-നോട് ചോദിക്കാം, എന്തേ അച്ഛനെ പുറത്താക്കിയ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഈ EP ഒഴിവാക്കിയെന്ന്. അതിനുത്തരം നമുക്കും തൽക്കാലം കിട്ടുന്നില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല CPM-ലും തലക്കനമുള്ള തലപൊക്കമുള്ള നേതാക്കളാണ് ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് ഇതുവരെയുള്ളത്. ആന്റണി കോൺഗ്രസിനെയും CPI-യെയും കൂട്ടി CPM 1980-ൽ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഘടകകക്ഷികൾക്കും CPM-നും സർവ്വസമ്മതനായ ഒരാളെ കണ്ടെത്തി മുന്നണി കൺവീനറാക്കാൻ മറ്റാരെയും ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെ നറുക്ക് വീണു കണ്ണൂരിൽ നിന്നുള്ള CPI നേതാവ് PV കുഞ്ഞിക്കണ്ണന്. എല്ലാ കക്ഷികളെയും കൂട്ടിക്കൊണ്ടു നടക്കാൻ അനിതര സാധാരണമായ മെയ്വഴക്കവും ആജ്ഞാശക്തിയും ഉള്ള കുഞ്ഞിക്കണ്ണൻ 81-ൽ മുന്നണി പൊളിച്ച് AK ആന്റണിയും കൂട്ടരും കോൺഗ്രസ് പാളയത്തിലേക്ക് പൊത്തുചാടിയപ്പോഴും മുന്നണിയെ ശക്തമായി മുന്നോട്ട് നയിച്ചത് ഈ കുഞ്ഞിക്കണ്ണൻ തന്നെ. 77-ലും 82-ലും നിയമസഭാ അംഗമായ കുഞ്ഞിക്കണ്ണൻ CPM സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്നു. 85-ൽ CPM-ൽ ഉരുണ്ടുകൂടിയ ബദൽ രേഖ വിവാദ കാലത്ത് MV രാഘവനൊപ്പം നിന്നതിൻ്റെ പേരിൽ 86-ൽ കുഞ്ഞിക്കണ്ണനെയും MVR-നെയും ഒരുമിച്ച് പാർട്ടി സസ്പെൻഡ് ചെയ്തു. 3 മാസത്തെ സസ്പെൻഷനാണ് കുഞ്ഞിക്കണ്ണന് പാർട്ടി വിധിച്ചതെങ്കിലും അദ്ദേഹം കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിച്ചത് TK രാമകൃഷ്ണനെയായിരുന്നു. 1 വർഷം രാമകൃഷ്ണൻ തികച്ചിരുന്നില്ല. പകരം MM ലോറൻസിനെ കൊണ്ടുവന്നു. കേന്ദ്ര കമ്മിറ്റി അംഗവും തൊഴിലാളി രംഗത്ത് ദീർഘകാല പരിചയമുണ്ടായിരുന്ന ലോറൻസിനും കുഞ്ഞിക്കണ്ണൻ്റെ അതേ ഗതിയാണ് പിന്നീടുണ്ടായത്. പാർട്ടിയിലെ ഉൾപ്പോരിൽ CITU പക്ഷത്ത് നിന്ന ലോറൻസ് ഒരേ സമയം KR ഗൗരിയമ്മയുടെയും VS അച്യുതാനന്ദൻ്റെയും കണ്ണിലെ കരട് നോട്ടപ്പുള്ളിയുമായിരുന്നു. 90-കളുടെ മധ്യത്തിൽ CPM-നുള്ളിൽ വിഭാഗീയത കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് MM ലോറൻസിൻ്റെയും KN രവീന്ദ്രനാഥിൻ്റെയും നേതൃത്വത്തിൽ CITU ലോബിയും VS-ൻ്റെ ഔദ്യോഗിക വിഭാഗം തമ്മിൽ തുറന്ന പോര് തന്നെയായിരുന്നു. ഇക്കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട സേവ് CPM ഫോറത്തിൻ്റെ ലഘുലേഖകളുടെ പേരിൽ 98-ൽ ലോറൻസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി, ഒപ്പം കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കി. VS അച്യുതാനന്ദൻ്റെ 96-ലെ മരാരിക്കുളത്തെ തോൽവിയുടെ പേരിൽ CITU നേതാക്കളെല്ലാം ഏതു സമയത്തും പാർട്ടി നടപടി പ്രതീക്ഷിച്ച് ഭയന്നിരിക്കുകയായിരുന്നു. 98-ൽ പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ MM ലോറൻസ്, KN രവീന്ദ്രനാഥ്, IV ദാസ്, VB ചെറിയൻ എന്നിവരെ സംസ്ഥാന സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വം തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി തോൽപ്പിച്ചു. അങ്ങനെ 12 വർഷം കൺവീനർ സ്ഥാനത്ത് തലയെടുപ്പോടെ നിന്ന ലോറൻസ് സഖാവിൻ്റെ കൺവീനർ സ്ഥാനം ഇല്ലാതായി. പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയായ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകി. പാർട്ടി അച്ചടക്കം എന്നും പാലിച്ച അദ്ദേഹം ഒരു മുറുമുറുപ്പില്ലാതെ ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. 98 മുതൽ 2001 വരെ VS അച്യുതാനന്ദൻ കൺവീനറായി. അതിനുശേഷം 2001 മുതൽ 2006 വരെ പാലോളി മുഹമ്മദ് കുട്ടിയും, 2006 മുതൽ 18 വരെ വൈക്കം വിശ്വനും, 18 മുതൽ 22 വരെ A വിജയരാഘവനും കൺവീനർമാരായി. അതിനുശേഷമാണ് EP ജയരാജൻ കൺവീനറായി രംഗപ്രവേശം ചെയ്യുന്നത്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി തുടർന്ന 18 വർഷക്കാലവും പിണറായി വിജയൻ്റെ വലം കൈയായി തന്നെ EP ജയരാജൻ തുടർന്നു. 2016-ൽ പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ മന്ത്രിസഭയിലെ രണ്ടാമനെന്ന പദവി വഹിച്ചതും EP-ക്ക് തന്നെ. ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രിസഭയിൽ നിന്നും തൽക്കാലത്തേക്ക് പുറത്തു പോകേണ്ടി വന്നെങ്കിലും പിണറായി ഇടപെട്ട് EP-യെ തിരിച്ചു കൊണ്ടുവന്നു. 2021-ലെ തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ ഈ സീറ്റ് നിഷേധിക്കപ്പെട്ടത് EP-ക്ക് മറ്റൊരു തിരിച്ചടിയായി. പാർട്ടി സെക്രട്ടറി എന്ന കൊടിയേരി ബാലകൃഷ്ണൻ്റെ നിര്യാണത്തോടെ ഒഴിവുവന്ന സെക്രട്ടറി സ്ഥാനത്തേക്ക് EP വരുമെന്ന് പ്രതീക്ഷിച്ചു. EP-യും പ്രതീക്ഷിച്ചു. പക്ഷേ EP-ക്ക് ആ സ്ഥാനം കൊടുക്കാതെ MV ഗോവിന്ദന് ഡബിൾ പ്രൊമോഷൻ നൽകി സെക്രട്ടറിയാക്കി. ഒപ്പം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്വവും MV ഗോവിന്ദന് കിട്ടി. ഇത് പക്ഷേ EP-ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കാരണം പാർട്ടിയിൽ തന്നെക്കാൾ ഏറെ ജൂനിയറാണ് MV ഗോവിന്ദൻ. അങ്ങനെയാണ് LDF കൺവീനർ സ്ഥാനം പിണറായി ഇടപെട്ട് EP-ക്ക് സമ്മാനിച്ചത്.
എം.വി. ഗോവിന്ദനുമായി നിസ്സഹകരിക്കുന്ന പ്രവണതയാണ് തുടക്കം മുതലേ ഈ പുതിയ LDF കൺവീനർ കാട്ടിയത്. എം.വി. ഗോവിന്ദൻ നടത്തിയ ജാഥയിൽ സഹകരിക്കാതെ കറങ്ങി നടക്കുന്ന ജയരാജൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നെങ്കിലും പാർട്ടി കണ്ടമട്ടെടുത്തില്ല. അറിയാതെയും അറിഞ്ഞുകൊണ്ടുമൊക്കെ വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നത് EP-യുടെ ഒരു ഹോബിയായിരുന്നു. 2022 നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ P. ജയരാജനാണ് EP-ക്കെതിരെ EP-യുടെ ഭാര്യയും മക്കളും നടത്തുന്ന ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനം ചർച്ചയാക്കിയത്. EP പല ന്യായീകരണം നൽകിയെങ്കിലും സമിതി അത് മുഖവിലക്കെടുത്തില്ല. പക്ഷേ അതിൽ കാര്യമില്ലായിരുന്നു. പിന്നീട് കൂടുതൽ ചർച്ചയ്ക്കൊന്നും അത് ഇടവരുത്തിയില്ല. റിസോർട്ട് നടത്തിപ്പ് ബംഗളൂരു ആസ്ഥാനമായ നിരമയ റിസോർട്ടിനെ EP ഏൽപ്പിച്ചു. അതിലുമുണ്ടൊരു BJP ടച്ച്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം BJP സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്ന ഒരു ഒളിയം വിട്ടു EP. അതൊരു ചെറിയ ഇരയിട്ട് വലിയ ഇരയെ പിടിക്കുന്ന ഒന്നാണെന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. ആ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നപ്പോൾ EP ചുവടുമാറ്റി ഇടത് സ്ഥാനാർത്ഥികൾ ജാഗ്രത പാലിക്കാൻ വേണ്ടി താൻ പറഞ്ഞതാണെന്ന് EP പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ തുറന്നുവിട്ട ആ കുടത്തിലെ ഭൂതമിത ജയരാജനെ വരിഞ്ഞുമുറക്കി. BJP പ്രവേശന നീക്കത്തിൻ്റെ കഥ കൂടി പുറത്തു വന്നതോടെ ജയരാജൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തൽക്കാലം അപകടത്തിലായി. BJPയിൽ ചേരാൻ ഡൽഹിയിൽ പോയി ചർച്ച നടത്തിയതും BJP പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവങ്ങളുമെല്ലാം ഒന്നൊന്നായി ശോഭാ സുരേന്ദ്രനും കൂട്ടരും അക്കമിട്ട് വിളിച്ചു പറഞ്ഞു. ഒപ്പം ദല്ലാൽ നന്ദകുമാറും ചേർന്നു. നിൽക്കള്ളി ഇല്ലാതായപ്പോൾ ജാവദേക്കറെ കണ്ടെന്ന് EP സമ്മതിച്ചു. മുഖ്യമന്ത്രി പിണറായി വോട്ടെടുപ്പ് ദിവസം തള്ളിപ്പറഞ്ഞതോടെ EP-യുടെ കൺവീനർ സ്ഥാനം തെറിക്കുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ ഇനി കൺവീനർ സ്ഥാനം കപ്പിനും ചുണ്ടിനുമിടയിൽ തിരികെ കിട്ടിയ ഏക CPM നേതാവായി ജയരാജനും അറിയപ്പെടും. എന്തായാലും ഒട്ടും മെനക്കെടാതെ തന്നെ CPM എന്ന കുളം നന്നായി കലങ്ങുന്നതിൽ സംഘികൾ മാത്രമല്ല കോൺഗ്രസ്സുകാരും ഹാപ്പിയാണ്. ഇനിയും ഏറെ EP കഥകൾ, ഏറെ CPM കഥകൾ വരാനുണ്ട്. അതിലേക്ക് കാത്തിരിക്കുകയാണ് അവർ. കോൺഗ്രസിനും സംഘികൾക്കും അറിയാം ആ കഥകൾ ഉടനെ കുടം തുറന്ന് പുറത്തു വരുമെന്ന്. അതിലേക്ക് കാത്തിരിക്കുകയാണ് കോൺഗ്രസും BJPയും.